ഓക്കെ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ നമ്മളിപ്പോൾ ഒരാളിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ മാറ്റാമെന്നുള്ളതാണ് ഈ വീഡിയോ നോക്കുന്നത്. അപ്പം നമുക്കറിയാം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ഫോട്ടോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഡ്രസ്സിൻ്റെ ഒക്കെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനൊരു വെള്ള കളർ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, വെള്ള കളർ മാറ്റിയിട്ട് എനിക്ക് ആവശ്യമുള്ള കളറിൽ ആ ഡ്രസ്സിനെ ഫോട്ടോയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഫോട്ടോ ഓപ്പൺ ചെയ്യാണ്. ഫോട്ടോ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ വെള്ള ഷർട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ഇമേജുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ വെള്ള ഷർട്ട് മാറ്റാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പൺ ആക്കി ഈ ഷർട്ടിൻ്റെ കളറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പം കളറിൻ്റെ ഷർട്ട് ആദ്യം നമ്മൾ ലോക്ക് മാറ്റുന്നു. ലോക്ക് മാറ്റിയതിന് ശേഷം ഈ കളർ, ഇപ്പോൾ ഈ ഷർട്ടിൻ്റെ കളർ മാത്രം മാറ്റിയാൽ മതി, ബാക്കി ഒന്നും നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഷർട്ട് മാത്രം അങ്ങ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഷർട്ട് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിക്കാം. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഞാനൊന്ന് സൂം ചെയ്യാണ്. ഒന്ന് സൂം ചെയ്തിട്ട് ഈ ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ ഷർട്ട് മാത്രം സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഭയങ്കര ആക്യുറസിയിലൊന്നും കിട്ടണമെന്നില്ല, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ബാക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തു. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. ചെറിയ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒന്ന് മുകളിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും എളുപ്പ വഴി നമ്മളെ മാജിക് വാൻഡ് ടൂൾ, അല്ലെങ്കിൽ മാജിക് ലാസോ വേണ്ട, പോളിഗൺ ലാസോ ടൂൾ എടുക്കുക. ടൂൾ എടുത്തതിന് ശേഷം അപ്പം ഇവിടെ നമ്മൾ മുകളിലേക്ക് ആഡ് ചെയ്താൽ പോകേണ്ട. അപ്പം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തരത്തിൽ ആഡ് ചെയ്ത് പോവുക. അപ്പോൾ ആ സെലക്ഷൻ അവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും വേണ്ട, അവിടെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മളവിടെ ഓൾട്ട് കീ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. എത്രത്തോളം കൃത്യമായിട്ട് സെലക്ട് ചെയ്യുമോ അത്രത്തോളം നന്നായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ സെലക്ഷൻ ശരിയായിട്ടുണ്ട്. നമ്മൾ ഇമേജിനെ സെലക്ട് ചെയ്തു. എനിക്ക് വേണ്ടുന്ന പോർഷൻ മാത്രം ഞാൻ സെലക്ട് ചെയ്തു. ആ ഒരു പോർഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സോളിഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ്, നമ്മൾ കളർ അഡ്ജസ്റ്റ്മെൻറ്റിലായാലും നമ്മൾ സോളിഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, സോളിഡ് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ കളർ, പക്ഷേ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടോ, പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കുന്നത്. ആ ഷർട്ടിൻ്റെ ഒരു ഗുണവും വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു മാർഗമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ പച്ച സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പച്ച കളർ, കടും പച്ച സെലക്ട് ചെയ്തു. ഞാനൊരു ലൈറ്റ് കളർ പച്ച. ഓക്കെ, കണ്ണിന് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് കുഴപ്പമില്ല. ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്. ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. അപ്പം നമുക്ക് അവിടെ ഒരു ലെയർ ക്ലിയർ ചെയ്തിട്ട് ഇനി ബ്ലെൻഡ് മോഡ്, ഇവിടെയാണ് ബ്ലെൻഡ് മോഡ് വരിക. ബ്ലെൻഡ് മോഡ് നോർമലിൽ നിന്നും പയ്യെ മൾട്ടിപ്ലൈയിലോട്ട് മാറ്റുക. കണ്ടോ, ആ കളർ ഡിസോൾവ് ആയല്ലേ. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയി. എന്നാലും ചെറിയൊരു മിസ്റ്റേക്ക് ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാർക്കർ ഏരിയാസ് ഒക്കെ കൂടുതലും വരുന്നില്ല. നേരത്തെ ഷർട്ട് കുറച്ച് വൈറ്റർ ഏരിയാസ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് റിയലിസ്റ്റിക് ആക്കണം. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കർവ് ലെയറും കൂടെ കൊടുക്കാം. നമ്മൾ കർവ് ലെയർ, പക്ഷേ കർവ് ലെയർ നമുക്ക് ഈ എൻ്റയർ ഇമേജിന് വേണ്ട, അതും ഈ ഷർട്ടിന് മാത്രം മതി. അപ്പം നമ്മൾ ഈ സെലക്ഷൻ ഇതിലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ ഇതൊന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. കൺട്രോൾ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ G അടിച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഗ്രൂപ്പ് ആവും. എന്നിട്ട് ഈ നമ്മുടെ മാസ്കിനെ, നമ്മുടെ ഈ സെലക്ഷനെ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ മൊത്തം സെലക്ഷനാക്കി അങ്ങ് മാറ്റി. ഓക്കെ, ഇതിലിപ്പോൾ എനിക്ക് ഗ്രൂപ്പിനകത്ത് എന്ത് സാധനം ആഡ് ചെയ്താലും അത് ഈ ഒരു സെലക്ഷനിൽ മാത്രമേ വരുള്ളൂ. നമ്മുടെ കർവ് എടുക്കുക. കർവ് ഇവിടെ ഒരു ഹാൻഡ് ടൂളുണ്ട് കർവിൻ്റെ ഇവിടെ ആയിട്ട്. ഹാൻഡ് ടൂൾ ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ഹാൻഡ് കാണിക്കുന്ന അവിടെ. എന്നിട്ട് നമ്മുടെ ഡാർക്ക് ഏരിയാസിൽ കൊണ്ടുപോയിട്ട്, ഇതാണ് ഡാർക്ക് ഏരിയാസ്, അവിടെ ഒന്ന് താഴേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഡാർക്കാവും മൊത്തത്തിൽ. ഇനി ഇവിടെ ബ്രൈറ്റർ ഏരിയാസിൽ കൊണ്ടുവച്ചിട്ട് നമ്മളൊന്ന് മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്രൈറ്റർ ഏരിയാസ് കൂടുതൽ ബ്രൈറ്റ്, ഡാർക്കർ ഏരിയാസ് കുറച്ചുകൂടെ ഡാർക്കും, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയല്ലേ. ആ കളർ നല്ല രീതിക്ക് നമുക്കത് റിയലിസ്റ്റിക് ആക്കി എടുക്കാൻ പറ്റി. നമുക്ക് ഇനി ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കർവ്സ് ആഡ് ചെയ്യാം, നമുക്ക് ലെവൽസ് ആഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിക്ക് ചെയ്യാം. ഇത് ലൈറ്റ് കളറിൻ്റെ കാര്യം. ഇനി ലൈറ്റ് കളർ വേറെ കളർ വേണമെങ്കിൽ നമുക്ക് ഏത് കളർ കൊടുക്കാം? കണ്ടോ, നമുക്ക് ലൈറ്റ് കളറിൽ
ഇത്തരത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് ഇഷ്ടമുള്ള കളറിൽ ഇവിടെ വെച്ച് നിർത്തി അങ്ങ് സേവ് കൊടുത്താൽ മതി. നമ്മൾ ഏത് ഫോർമാറ്റിൽ വേണം ആ ഫോർമാറ്റിൽ നമ്മൾ സേവ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ കളറ് കറക്റ്റായിട്ട് കിട്ടും അല്ലേ. ഇനി അടുത്തൊരു പോയിന്റിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലാക്കിലേക്ക് കുറച്ചൊരു ഡാർക്കർ സൈഡിലേക്ക് പോവാണ്. ബ്ലാക്കിന് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ബ്ലാക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടൂല. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കങ്ങനെ എക്സ്ട്രീം ബ്ലാക്ക് ഫോട്ടോസിൽ നമുക്കങ്ങനെ കിട്ടാറില്ല. നമ്മൾ ബ്ലാക്കിൻ്റെ ഫോട്ടോ എടുത്താലും നമുക്കൊരു ഗ്രേ കളറൊക്കെ കിട്ടുള്ളൂ. ശരിക്കും ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മളൊരു ചെറിയ ഗ്രേ കളർ സെലക്ട് ചെയ്യുക. ഇതേപോലെ നമ്മളൊരു ഗ്രേ കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ, ആ ഗ്രേ കളറിനെ വച്ചിട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ഗ്രേ കളർ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പം നമുക്കിനി ഇതിൻ്റെ അകത്താണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുക, കർവിന് മുകളിൽ ഒരു കർവും കൂടെ ഞാൻ സെലക്ട് ചെയ്യാണ്. ഒരു കർവും കൂടെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് നോക്കുക, ഈ താഴെ ഇരിക്കുന്ന സാധനത്തിനെ ഞാൻ ഇങ്ങനെ പൊക്കിയെടുത്ത്, അല്ലെങ്കിൽ വേണ്ട, ഈ മുകളിൽ ഇരിക്കുന്ന ഭാഗം നമുക്ക് കൂടുതലും വൈറ്റ് നീക്കിക്കൊണ്ട് വരികയാണ്. ഓക്കെ, നമ്മളിവിടം വരെ നീക്കി. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ കർവ് 2-ൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ പുറത്ത് വെച്ചല്ല, അതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ബ്ലെൻഡ് ഓപ്ഷൻസ് വരും ലെയർ സ്റ്റൈലിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ അണ്ടർലൈങ് ലെയർ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ഇത് പയ്യെ നീക്കുക. ആണോ, നമുക്കവിടെ എവിടെ വരണം എന്നുള്ളത് നോക്കി ചെയ്താൽ മതി. ഇത് ഈ ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടായി വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്, കാരണം കറക്റ്റായിട്ട് വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്കിവിടെ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഇത് സ്പ്ലിറ്റ് ആവും. ഈ ബാറ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയതിനു ശേഷം ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടെ, കാരണം ആ വൈറ്റ് ഷാഡോസ് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ഡാർക്ക് കളർ അപ്ലൈ ചെയ്ത രീതിക്ക് നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കിട്ടി അല്ലേ ഇമേജ്, കുറച്ചും കൂടെ റിയൽ. അതായത് ബ്ലാക്ക് കളർ ഷർട്ട് ആ ചുളിവിൻ്റെ അവിടെയൊക്കെ ആ ഒരു ഡാർക്ക്നെസ്സും അല്ലാത്തടത്തൊക്കെ വെട്ടമടിക്കുന്നതിൻ്റെ ബ്രൈറ്റ്നെസ്സും വരുന്ന രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡാർക്ക് കളേഴ്സ് കിട്ടി. ഇനി ഇതാണ് ബ്ലാക്കിൻ്റെ കേസ് നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ഡാർക്ക് കളേഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴും കണ്ടോ ആ ഒരു ക്വാളിറ്റി അതേപോലെ നിൽക്കും. ഡാർക്ക് കളർ നമുക്ക് എന്ത് വേണോ കൊടുക്കാം, ആ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ. അതായത് അയാൾ ആക്ച്വലി ആ ഒരു കളർ ഷർട്ട് വെയർ ചെയ്യുന്ന രീതിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. സോ ഫോട്ടോഷോപ്പിൻ്റെ ഈ ലെസൺ ഇതിപ്പോൾ ഇന്നത്തെ ഇതിൽ ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വളരെ ചെറിയ കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, നമുക്ക് ഇതിന് മുകളിലും ഒരുപാട് കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിനെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിക്കുക. നമുക്ക് തമാശയ്ക്ക് ചെയ്യാനാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇതിനെ ഒരു എന്താ പറയുക വരുമാന മാർഗ്ഗമാക്കിയെടുക്കാനും ഒക്കെ നമുക്ക് ഫോട്ടോഷോപ്പ് കൊണ്ട് സാധിക്കും. നിങ്ങളും ഇത്തരത്തിൽ ഫോട്ടോഷോപ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. സ്വന്തമായിട്ട് ഒരുപാട് ഡൗട്ട്സ് വരും, അത് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്താം. ഈ ഫോട്ടോഷോപ്പ് നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ G-TECൻ്റെ പാളയം സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാ താഴെ കാണുന്നുണ്ട്. ആ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് സെൻറ്ററിൽ വന്ന് പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ നമ്പറിൽ വിളിക്കുക. ഈ ലെസൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.